വീണ്ടും പിണറായി വിജയന്റെ ധാർഷ്ട്യം. തെരഞ്ഞെടുപ്പ് വേദിയിലെ പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സദസ്സിൽ നിന്ന് ചോദ്യമുന്നയിച്ച പാർട്ടി പ്രവർത്തകനോട് വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രിയുടെ മറുപടി. പത്തനംതിട്ടയിലെ കോന്നി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു സംഭവം. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, പലപ്പോഴും അസഹിഷ്ണുതയോടുകൂടിയാണ് പൊതുവേദികളിൽ മുഖ്യമന്ത്രി പെരുമാറുന്നത്. അത് ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിട്ടുള്ള സംഭവമാണ്. വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലും പിണറായി വിജയന്റെ ധാർഷ്ട്യം വ്യക്തമാക്കുകയാണോ തെരഞ്ഞെടുപ്പ് വേദിയിലെ പ്രസംഗം? ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി PR വർക്കൊക്കെ ഇട്ട് പിണറായി എന്ന് വെളുപ്പിച്ചു വരികയായിരുന്നു. അതിനിടയ്ക്കാണ് പിണറായിയുടെ തനി സ്വരൂപം വീണ്ടും പുറത്തു വന്നത്. എത്രയൊക്കെ PR ഇട്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ധാർഷ്ട്യവും ആ ഒരു അഹങ്കാരവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ ആയിപ്പോയി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഒരു പ്രതികരണം. ഇന്ന് കോന്നിയിൽ ഇടതുമുന്നണിയുടെ LDFന്റെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയോട് സദസ്സിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറയുകയും അതിനങ്ങ് വീട്ടിൽ പോയി മറുപടി അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള ധാർഷ്ട്യം നിറഞ്ഞ ധിക്കാരം നിറഞ്ഞൊരു മറുപടി പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അടുത്തിടെയൊക്കെ പല സിനിമാ താരങ്ങളെ കൊണ്ടുമൊക്കെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചിരിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വന്ന് ആ രീതിയിലൊക്കെ ഒരു ഇമേജ് മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു വീണ്ടും പഴയ പിണറായി വിജയനിലേക്ക് വീണ്ടും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ രീതിയിലുള്ള ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു നടപടി, ഒരു പ്രതികരണം പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്തായാലും ഇത് ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഒരു തിരിച്ചടിയായേക്കാവുന്ന ഒരു ഘടകം കൂടിയായി മാറുകയാണ്.